ഹലോ ഗൈസ്, അപ്പം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കിയാലോ. അതിനായി ആദ്യം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും. അതിങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ പാനിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങും ഇട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിൾ പൊട്ടറ്റോ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. സിമ്പിളായിട്ട് 10 മിനിറ്റ് തൊട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നമുക്കിന്ന് ഹോസ്റ്റലിൽ ഓംലെറ്റ് ആയിരുന്നേ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അടിപൊളിയാണേ.